ചേട്ടാ സ്ട്രോങ് ആയിട്ട് ചായ എടുത്തേ. ഇപ്പൊ തരാം. എനിക്കൊരു മിനി ഗോൾഡ് വേണേ. തരാട്ടോ. ചേട്ടാ കഴിക്കാൻ എന്താ ബജി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ബ്രെഡ് ഓംലെറ്റോ? ഇല്ല മോനെ. ഏയ് കൊള്ളാലോ, ചെത്ത് സ്റ്റൈൽ. എന്താ കുറിയൊക്കെ തൊട്ട് കാറിലൊക്കെ ഒരു വരവ്. ഏടാ ഇതൊക്കെ എന്റെ സ്ഥിരം സെറ്റപ്പ് അല്ലടാ. അല്ല ഇത് എന്തോ ഡ്രസ്സാണ് ഇത്? എടോ ഓഫീസിന്റെ കാര്യത്തിന് വന്നാന്ന് പറഞ്ഞില്ലേ? ശരി ശരി വാ പോവാം. നിക്കടാ, ഞാൻ ചായ പറഞ്ഞിട്ട് കുടിച്ചിട്ട് വരാം. ചേട്ടാ ചായ ഒന്നും വേണ്ടട്ടോ, ക്യാൻസൽ. നീ ഇത് എവിടേക്കാ? എന്റെ പൊന്നളിയാ, നീ കാർ കയറി, നമുക്ക് രണ്ടെണ്ണം അടിച്ച് റിലാക്സ് ആയിട്ട് പോവാം. ഇത്ര ശരി ശരി, കേറ് കേറ്. നീ ഫ്രണ്ടിൽ കയറിക്കോ, ബാഗ് പുറകെ വെച്ചേക്ക്. അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. Cheers. Cheers ഡാ. ഇവനത് എന്തോന്ന് വാട്ടർ ടാങ്കോ? എന്നെ അടി അടിക്കുന്നത്. അളിയാ ചിയേഴ്സ് ഡാ. Cheers. ചിയേഴ്സ് അളിയാ. കൊറേ നേരം cheers എടുത്ത് അടിച്ചാ പോരെ. ഹോയ് റംബ ഹോയ് റംബ ഹോയ് റംബ ഹോയ് ഹോയ് റംബ ഹോയ്. അളിയാ നിന്റെ ലവ് സെറ്റ് ആയതിൽ എനിക്ക് ഫുൾ ഹാപ്പി അളിയാ. ചിയേഴ്സ് ഡാ. കൺഗ്രാറ്റ്സ് അളിയാ. കൺഗ്രാറ്റ്സ്. താങ്ക്സ് ഡാ. ഇതും കൂടി അടിച്ച് തീർത്തു. ഓയ് ഓയ്. അല്ല അതൊക്കെ വിട്. നിന്റെ ലവ് സ്റ്റോറി ഇപ്പൊ ഏത് സ്റ്റേജിലാ? എന്റെ പൊന്നളിയാ, വൺ സൈഡ് ലവിലൊന്നും ഒരു കാര്യമില്ല. അല്ല നിന്റെ ലവറിന്റെ പേരെന്തായിരുന്നു? മറന്നുപോയല്ലോ. സകു. സകു എന്റെ ഡാർലിംഗ് അളിയാ. സകു. പേരെന്താ ഇത്ര ചെറിയ പേര്? ആഹാ, പേര് മാത്രമേ ചെറുതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ വലുതല്ലേ. കണ്ണ്, കളറ്, ഹൈറ്റ് അതൊക്കെ ഭീകരാന്നേ. അടിയാ ക്ലോസിംഗ് ടൈമാ, ബില്ല് സെറ്റിലേ. സോറി ചേട്ടാ, എന്തോ ആടത്? നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ എന്താ? നിന്റെ ലവറുടെ പ്രായം ഓവർ ആയാലും സീനൊന്നുമില്ലടാ, പക്ഷെ അവളുടെ അച്ഛനോട് മാത്രം ഓവർ ആവലെന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞെന്ന് പറ. അവളുടെ അപ്പൻ്റെ അടുത്ത് ക്ലോസിംഗ് ടൈം പരിപാടിയൊന്നും നോക്കണ്ട, 24 മണിക്കൂറും പൊളിച്ച് അടിക്കണം. നീ എന്താ ആലോചിക്ക? അതന്നെടാ, അവളുടെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പറയുന്ന ആലോചിച്ചതാ. അളിയാ നിന്റെ അടുത്ത് ഒരു സീരിയസ് കാര്യം പറയാനുണ്ട്. എനിക്കും അതെടാ, സീരിയസ് ആയ കാര്യം പറയാനുണ്ട്. പറയടാ. ടൈം എത്രേ? 10 ഒരു ബിയർ വേണോടാ. മാതികളൊന്നും ഇതടിച്ചിട്ട് ബിയർ അടിക്കരുത്. ഇത് അടിച്ചിട്ട് ബിയർ അടിച്ച കിക്ക് വേറെ ലെവലാ. അറിയാത്തോണ്ടാ. എടാ അടിച്ച് മതി, ഇപ്പൊ തന്നെ നീ ഓവർ. എടാ അടയ്ക്കാറാടാ ബാറ് വെറു. ദാവയ്ക്ക് പോവാന്നേ, ദാവയിൽ ബിയർ കിട്ടും. മാറി, നിനക്കെന്താ പ്രാന്തായോ? പൈസ കൊടുക്കല്ലേ? നീ ഇത് എന്തോന്നാണ് കാണിക്കുന്നത്? ഇതിനവിടെ മനുഷ്യനെ ഉറപ്പിക്കാൻ. എനിക്ക് എത്ര പെട്ടെന്ന് ബിയർ വേണം. ഇപ്പൊ ചെന്നാലും ദാബേന്ന് കിട്ടും. വാ പോവാ. ഇപ്പൊ നിനക്ക് എന്താ ബിയറല്ലേ? എനിക്കിപ്പോ എത്രയും പെട്ടെന്ന് ബിയർ വേണം. ബിയറില്ലാതെ വരത്തില്ല. വാളിയാ. ദോസ്തി ഹം നഹീ ഭൂലേംഗേ ഭൂലേംഗേ. എടാ പറയുന്നത് കേൾക്കണം. എടാ ബിയർ വേണ്ട, എനിക്ക് നാളെ കാലത്ത് ബാങ്കിൽ പോകാനുള്ളതാ. എടാതെ എനിക്ക് ഇക്കിൾ വന്നോണ്ടിരിക്കുക, ബിയർ അടിച്ചില്ലേ അത് കൂടും. അയ്യോ എന്റെ പൊന്നളിയ എന്തിനാ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ഇവനെ കൊണ്ടൊക്കെ. എടാ എടാ ഒന്ന് വേഗം വാടാ, നാളെ കാലത്ത് കുറെ പണിയുള്ളത് എനിക്ക്. ഫാമിലി ഫാമിലി അവിടെ. എടാ ഒന്ന് വേഗം ഇറങ്ങി വാടാ, മതിയടാ. എടാ കാലത്ത് കുറെ പണിയുള്ളതാ, ഒന്ന് വേഗം വാടാ മോനെ. എടാളിയ വേഗം വാടാ, നാളെ കാലത്ത് ബാങ്കില് ജോലി ഉണ്ടാ, ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാ, നാട്ടിൽ പോണോടാ. ഒരു പണിയുണ്ടാക്കി തന്നോളൂ. അളിയ
ഈ സമയത്ത് ഇവിടെ ബിയറൊക്കെ കിട്ടുന്നുണ്ടെങ്കിലേ സൂപ്പറടാ. ഇതൊക്കെ എന്ത്? ഇതൊന്നും അല്ല. അധികം വൈകാതെ ഏരിയ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഇവിടെ കള്ള് മാത്രമല്ല, കള്ളിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് മഞ്ചൂരിനും കിട്ടൂടാ. എത്രയാടാ ബിയറിന്റെ വില? നമ്മളതിന് പൈസ കൊടുത്തില്ല. എന്താ പറഞ്ഞ? നീ പഠിച്ചു മാറ്റിയതാ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഏടാ എന്തുവാടാ? അളിയ, ഞാൻ ഇവിടുത്തെ ലോക്കൽ ആളല്ലേ, മാത്രമല്ല റെഗുലർ കസ്റ്റമർ കൂടിയാ. എന്നിട്ട് എൻ്റെ അടുത്ത് ഇരട്ടി പൈസ വിൽക്കാൻ പാടുണ്ടോ? അവൻ്റെ ജാടകം കാണിച്ചു, എൻ്റെ ധൈര്യം ഞാനും കാണിച്ചു. സെറ്റാടാ അളിയ. എനിക്ക് എന്തോ നീ ചെയ്തത് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ആ ദാബയിലേക്ക് തിരിച്ചുപോയി അവനെ കണ്ട് ഇതിന് പൈസ കൊടുത്തിട്ട് വരണം. അളിയ, ഈ സമയത്ത് നമ്മൾ അയാളെ പോയി കണ്ടു കഴിഞ്ഞാലേ നമ്മുടെ കാര്യം തീരുമാനമാണ്. വേണമെങ്കിൽ നാളെ രാവിലെ കാണാം. എന്താ അതുപോലെ? നാളെ രാവിലെ ചെന്ന് കാണാനേ അവൻ എവിടെയും പോകാൻ പോകുന്നില്ല. എന്താടാ പോലീസ് നമ്മളെന്നും പോലീസുകാർ കൈയാണിച്ച് നിർത്താൻ പോകുന്നില്ല. എടാ അളിയ, ഞാനും ലോക്കൽ, അവരും ലോക്കലാ. ഒരു ലോക്കൽ വേറൊരു ലോക്കലിനടുത്ത് കളിക്കോ? ഞാൻ നോക്കിക്കോളാം, നീ വിട്ടോ. ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ടെന്ന്. സാർ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എത്ര അടിച്ചടാ? ബോട്ടിൽ ലിക്കർ, 2 ബിയർ, പിന്നെ ചിപ്സ് പാക്കറ്റ്, പിന്നെ വേറെ എന്തൊക്കെയോ. ആണല്ലോ. ഒന്ന് ഊതിയേ. ഊതേണ്ട കാര്യം എന്താ സാറേ? അടിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും മണം വരത്തില്ലേ? രണ്ടുപേരും കാർ നിറങ്ങടാ. എന്താ സാറ് കയറി ഓടിക്കാൻ പോവാ? പൊന്നു സാറേ, വിട്ടു പറഞ്ഞേ സാറേ. എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നതാ. ലൈറ്റായിട്ട് 2 അങ്ങനെ അധികമൊന്നുമില്ല. അയ്യോ, സാറിന് പരിചയപ്പെടുത്താൻ മറന്നു. ഇതിന്റെ ഫ്രണ്ട്. എന്താടാ വേഗം നിർത്തില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞാലോ ബിയർ അടിക്കണ്ടെന്ന്. നീ പറഞ്ഞ ഭാഗ്യം, ഒന്ന് അവനും കിട്ടി. കുറച്ച് സമാധാനായി. എടാ പരമാറി, എന്നെ പരിചയപ്പെടുത്താൻ കൊണ്ട സമയം. സാർ, സാറും ലോക്കലാ, ഞാനും ലോക്കലാ. 2 ലോക്കൽസിന്റെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. രണ്ടും കുറ്റി മറിച്ച് എവിടുന്ന? ദാബയിൽ നിന്നാ വരുന്നേ. ദാബയിൽ നിന്നാ വരുന്നേന്ന്. ഡാബേന്ന് വരുവാ? അതെ സാറേ, ദാബേന്നാ വരുന്നേ. അല്ല, ആ ദാബേല്? യെസ്, അത് ഞാൻ തന്നെയാ. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ വഹിക്കുന്നു സാർ. സാറേ, ആ ദാബേന്ന് ഓടി രക്ഷപ്പെട്ടവർ എന്റെ കയ്യിലുണ്ട്. ഇപ്പോ അവരെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ സാറ് അറിയാതെ പറ്റിപ്പോയത്. ഒന്നും മിണ്ടാതിരുന്നാ സാറ് അത് അറിയാതെ അങ്ങനെ കൈബദ്ധം പറ്റിപ്പോയത്. ഒന്ന് വിട്ടേക്ക്. നോക്കൂ സാറേ, എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. നമുക്ക് കാലത്ത് സംസാരിക്കാം പോരെ? രാത്രി കൊണ്ടുവന്നതാ. ആരെങ്കിലൊക്കെ ഒന്ന് വാടേ. മുടിഞ്ഞ തലവേദനയും. നമസ്കാരം സാറേ. സാറായിരുന്നോ? ഇത് ഞാനാ സാറേ. ബാഹുബലി ഇറങ്ങിയപ്പോ ടിക്കറ്റ് വാങ്ങി തന്നില്ലേ? ലോക്കൽ ആള്, അത് ഞാനായിരുന്നു. ഓഹോ, ഡ്യൂട്ടിയിലാണല്ലേ? എന്നായിക്കോട്ടെ. നിന്നെ ഇവിടെ എന്തിനാ കൊണ്ടുവന്നെന്ന് അറിയോ നിനക്ക്? എനിക്കറിയാം സാറേ. ഇന്നലെ അടിച്ച് ബോധമില്ലാണ്ടായപ്പോ അറിയാതെ പറ്റിപ്പോയതാ. വെള്ളം അടിച്ച് ചെയ്താന്ന് പറഞ്ഞു. എന്തിനാ വെള്ളം അടിച്ച നീ? എന്റെ ഫ്രണ്ടിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. ഫ്രണ്ടിന്റെ സന്തോഷത്തിന് നീയാണോ വെള്ളം അടിക്കുന്നത്? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. ഞാൻ ഫുള്ള് കോപ്പറേറ്റ് ചെയ്യാം സാറേ. എത്രയാ വേണ്ടേ പറഞ്ഞാ മതി. ആരുടെ പ്ലാനാ? പ്ലാനോ? പ്ലാൻ എന്തിനാ? പ്ലാനും കോപ്പൊന്നുമില്ല സാറേ. അല്ലടാ, നിന്റെ ഫ്രണ്ട് അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? പിന്നെ ഒന്ന് പോയി സാറേ, അവനൊന്നും ഒരു പ്രശ്നമല്ല. ശരിടാ, പോയിന്റ് എഴുതാം. അല്ല, അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ പോയിന്റ് ഒന്നും ഇല്ലേ? ആവശ്യമില്ലാതെ ചിലക്കാൻ നിൽക്കരുത്. ചോദിച്ചതിന് മാത്രം ഉത്തരം പറയാം. ചോദിച്ചതിന് മാത്രം പറയാം സാർ. പറയാം സാർ. നീയും അവനും കൂടെ ബിയർ വാങ്ങാൻ ദാബയിലേക്ക് പോയിരുന്നു. അവനും നീയും തമ്മിൽ അടിയുണ്ടായി. അതെ സാറേ. അത് കഴിഞ്ഞ് ബിയർ എടുത്ത് പുറത്തേക്ക് വന്നു. കറക്റ്റാ പറഞ്ഞ. അപ്പൊ ആ ദാബാക്കാരനെ ഷൂട്ട് ചെയ്തപ്പോഴാ? എന്താ പറഞ്ഞേ?
അപ്പോ ആ ദാബക്കാരനെ കൊന്നത് എപ്പോഴാണെന്ന്? ഞാൻ ഡാബക്കാരനെ കൊന്നോ? അതേടാ, അയാളെ നീ എന്തിനാ കൊന്നതെന്ന്? ഞാൻ ഡാബക്കാരനെ കൊന്നു. ദാബക്കാരനെ എന്തിനാ കൊന്നേന്ന്? ഡാബക്കാരനെ കൊന്നോ? കാണിക്കാതെ പറടാ. ഡാ ഡാ ഡാ